ഗ്യാസ് ഇല്ല, തീ ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, നമുക്ക് എങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും? ഞാൻ ഒരു സംഭവം കാണിച്ചു തരട്ടെ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. എൻ്റെ ഒരു ചൈനീസ് സുഹൃത്താണ് കേട്ടോ ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞു തന്നെ. അവളുടെ പേര് ഏഞ്ചൽ എന്നാണ്. അവളാണ് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ പേരാണ് സെൽഫ് ഹീറ്റിംഗ് ഹോട്ട് പോട്ട്. ഇതിനകത്ത് നൂഡിൽസ് വരുന്നുണ്ട്, അതിനകത്ത് ഇടാനുള്ള പിക്കിൾസ്, പിന്നെ അതിന് വേണ്ട സോസ്, മീറ്റ് ഇവിടെ പോർക്കാണ്. പക്ഷേ ഞാൻ പറഞ്ഞു പോർക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട, കാരണം ഞാൻ കഴിക്കത്തില്ല, എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് പിന്നെ ലാസ്റ്റ് ഈ കാണുന്ന സാധനമാണ് ഹീറ്റിംഗ് പാഡ്. ഈ ഒരു ഐറ്റമാണ് ഈ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പാക്കറ്റിൽ നിന്ന് എടുത്ത് ഈ വൈറ്റ് കളറിൽ കണ്ടതാണ് ഹീറ്റിംഗ് പാഡ്. അതിനകത്ത് വെച്ചിട്ട് ഒരു ചെറിയ അളവുണ്ട്, ആ അളവ് വരെ വെള്ളം, പച്ചവെള്ളം, തണുത്ത വെള്ളം, സാധാരണ വെള്ളം അതിനകത്ത് ഒഴിച്ച് മറ്റേ കുക്ക് ചെയ്യേണ്ട ട്രേ അതിൻ്റെ മേലെ വെച്ച് അതിലും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ദേ പുക വരുന്നു. അത് ആ ഒരു ഹീറ്റിംഗ് പാഡിൽ നിന്നാണ് ഈ ഒരു സംഭവമൊക്കെ വരുന്നത്. എൻ്റെ പൊന്ന് ദൈവമേ, ഞാൻ സത്യം പറഞ്ഞാൽ കണ്ട് ഷോക്കായിപ്പോയി. ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആ പാക്കറ്റിൽ വന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് ചേർക്കുക, മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. ഇപ്പോൾ ആദ്യമേ അവൾ ചേർത്തത് സോസായിരുന്നു, ഒരു മീഡിയം സ്പൈസി സോസായിരുന്നു. അതിനകത്തേക്ക് നൂഡിൽസ് ഇട്ടു, പിന്നെ കുറച്ച് പീക്കിൾസിൽ വരുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? തിന്നായിട്ട് സ്ലൈസ് ചെയ്ത പൊട്ടേറ്റോ, പിന്നെ ഒരു വീല് പോലെ ഒരു സാധനം കണ്ടോ? അതെന്തുവാന്ന് വെച്ചാൽ നമ്മുടെ ലോട്ടസിലെ താമരയുടെ സ്റ്റെമ്മാണ്. നമ്മൾ ഇന്ത്യയിലൊക്കെ അത് കഴിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ അത് അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ ഇവൾ കൊണ്ടുവന്ന് ഈ പാക്കിനകത്ത് ഈ സാധനം കണ്ടപ്പോൾ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവർക്കത് സർവ്വസാധാരണമായിട്ടുള്ളൊരു ഭക്ഷണമാണ്. അങ്ങനെ ഈ വക സാധനങ്ങളെല്ലാം കൂടെ ഇളക്കി വെച്ചു. ദേ കണ്ടോ പുക വരുന്നത് കണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു ദേ അത് കുക്കായിന്ന്. 15 മിനിറ്റ് വെച്ചു, കുക്കായി. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞങ്ങളും കഴിച്ചു നോക്കി. എൻ്റെ പൊന്ന് ദൈവമേ, അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇതിനെപ്പറ്റി ഇപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം വന്നു. കാരണം നല്ല എരിവും ആ പിക്കിളിൻ്റെ ഒരു പുളിയും എല്ലാം ഉണ്ടായിരുന്നു. ആ കറുത്ത സാധനത്തിൽ കാണുന്നത് എന്തോന്നറിയാമോ? അതൊരു സൈസിലെ മഷ്റൂമാണ്. ഈ ലോട്ടസിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വാഴപ്പിണ്ടി ഒരു തോരനൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് കിട്ടത്തില്ലേ? ആ സെയിം ഒരു ടെക്സ്ചറായി എനിക്ക് ആ ലോട്ടസിൻ്റെ സ്റ്റെമ്മിൽ കിട്ടിയത്. സംഭവം അടിപൊളി കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ഹെൽത്തി ആണെന്ന് എനിക്ക് തോന്നിക്കുന്നില്ല. കാരണം ഇത്രയും സോൾട്ടിയും സ്പൈസിയും ഒക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് അത്ര ഹെൽത്തി ഉണ്ടാവും. അത് ആ ഓയിലൊക്കെ കണ്ടോ, ഒത്തിരി എണ്ണയാണ്. അതുകൊണ്ട് അത് ഹെൽത്തി ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വല്ലപ്പോഴും ഒക്കെ കഴിക്കാൻ കൊള്ളാമെന്ന് തോന്നും. കണ്ടോ, ഗ്യാസും ഇലക്ട്രിസിറ്റിയും തീയും ഒന്നും ഇല്ലാതെ ഫുഡ് എങ്ങനെ നമുക്കൊരു അത്യാവശ്യ ഘട്ടത്തിൽ എങ്ങനെ കഴിക്കാമെന്നുള്ളത്. വെറും 1 ഗ്ലാസ് വെള്ളം, 1-2 ഗ്ലാസ് വെള്ളം മാത്രം മതി. അതും പച്ചവെള്ളം, ചൂടും വേണ്ട. ആ സംഭവം വെച്ചിട്ട് എങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ? എന്തൊക്കെ ടെക്നോളജി അല്ലേ? ഞാനിത് ആദ്യമായിട്ട് കാണുക. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ, സീ യു.